ശ്രോതാക്കളുടെ രചനകളിൽ നിന്ന് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് കുമാരി കാവേരിന്റെ കഥ താലം. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മയിലെത്തുന്നത് ചെട്ടിയാരുടെ വിളക്കാണ്. രാവിന്റെ നിശബ്ദതയെ ഭേദിച്ച് വിശാലമായ വയലുകൾ കടന്ന് ഇക്കരെയുള്ള ഞങ്ങളുടെ കാതുകളിൽ ചെണ്ടമേളം കേൾക്കുമ്പോൾ എല്ലാവരും കൂടി ഒറ്റ ഓട്ടമാണ് പറമ്പിന്റെ താഴേക്ക്. മറുകരയിൽ മുത്തുപോലെ കത്തുന്ന ദീപനാളങ്ങൾ ഒരു ചരടിൽ കോർത്ത മാല പോലെ അന്തരീക്ഷത്തിലൂടെ നീങ്ങിപ്പോകുന്നത് ഒരു മനോഹരമായ കാഴ്ചയാണ്. അതിനുശേഷം എത്രയോ തവണ താലമെടുത്തിട്ടുണ്ട്. ഇതാ അതുപോലൊരു ദിവസം. സമയം ആരോടും വിട്ടുവീഴ്ചയില്ലാത്ത കണിശക്കാരൻ. എന്തു വന്നാലും പുള്ളിക്കൊരു കുലുക്കവുമില്ല. ഇനി പ്രളയം വന്നാലും ഉരുൾപൊട്ടൽ വന്നാലും ഭൂകമ്പം എന്തായാലും മൂപ്പര് വഴിക്ക് അങ്ങോട്ട് പോകും. ഒരു തിരിഞ്ഞു നടത്തമില്ല, ഒരു തിരിഞ്ഞു നോക്കലും. നമ്മൾ അതിന്റെ പിറകെ ഓട്ടം. അസ്തമന സൂര്യൻ പടിഞ്ഞാറല്ല ആകാശത്തെ ചെമ്പുവർണ്ണമാക്കി മാറ്റി. കുടഞ്ഞിട്ട പഞ്ഞികണക്കി വെള്ളമേഘങ്ങൾ പതുക്കെ ചലിക്കുന്നു. അപ്പുറത്തെ ഞാവിലിരുന്ന് ഒരു കൂട്ടം കിളികൾ ചേക്കേറുന്നതിന്റെ കലമ്പൻ. സന്ധ്യവിട പറഞ്ഞു ഇരുട്ടിന് വരവേൽക്കാനായി. നേരം വൈകിയോ ആവോ. എത്ര ചെയ്താലും തീരാത്ത പണികളാണ് വീട്ടില്. ഇറങ്ങുന്നതിന് മുന്നേ കണ്ണാടിയിൽ ഒന്നുകൂടി നോക്കി. ചെമ്പക പൂകളായിരുന്ന കൗളുകളിൽ കാലത്തിന്റെ പൂഴി കടലാസ് പതിങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. പൊട്ടൊന്നുകൂടി മാറ്റി തൊട്ടു. ഉള്ളിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു, സുന്ദരിയായിട്ടുണ്ട്. തിരക്കിട്ട് നടന്നു. അല്ല, ഓടുക തന്നെയായിരുന്നു. 2-3 ചാവാലിപ്പട്ടികൾ തന്റെ നേരെ ഓടി വരുന്നുണ്ടായിരുന്നു. അവ എന്നെ കടന്ന് എങ്ങോ പോയി മറഞ്ഞു. താലത്തിന് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരേ തരം ബ്ലൗസ്. സെറ്റ് മുണ്ടിൽ എല്ലാവരും സുന്ദരിയായിരിക്കും. അല്ലെങ്കിലും സെറ്റ് മുണ്ടെടുത്താൽ ആരാണ് സുന്ദരിയാകാത്തത്? ചെണ്ടമേളം തുടങ്ങി. ആർപ്പുവിളികളും. ഒരു തണുത്ത കാറ്റ് വയലിലൂടെ കടന്ന് ഞങ്ങളെ തഴുകി കടന്നുപോയി. ആ നേരിയ വട്ടത്തിലും വയലിലെ പ്ലാസ്റ്റിക് കവറുകളിൽ നിന്ന് ഭക്ഷണം തിരിയുന്ന തെരുവ് നായ്ക്കൾ ഒരു മിനറൽ വാട്ടറിന്റെ കുപ്പി കടിച്ചു തുറന്ന് തന്റെ ദാഹിച്ച കുടലിലേക്ക് ചാലു കീറുന്നുണ്ടായിരുന്നു. ഞാൻ ആത്മകഥ പറഞ്ഞു. അന്നം വിളയേണ്ട കൃഷിഭൂമിയിൽ വിളയുന്ന വിഷവൃക്ഷങ്ങളെ പിഴുതെറിയേണ്ട ചുമതല നമ്മൾക്ക് എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഇന്ന് അത് ചെയ്യേണ്ടതിന് പകരം പലരും അതിനെ വളം വെച്ചു കൊടുക്കുന്നു. കഷ്ടം, അല്ലാതെ എന്തു പറയാൻ. ഈ പ്രകൃതിക്ക് മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സാരരും നിസ്സഹായരുമാണ്. പക്ഷേ അതൊന്നും ആരും സമ്മതിച്ചു തരില്ലല്ലോ. മുകളിലത്തെ കരണ്ട് കമ്പുകളിൽ 2 പൊന്മാനിരിക്കുന്നു. നേരം ഇരുട്ടിയിട്ടും അവരെന്തേ തങ്ങളുടെ കൂടിലേക്ക് മടങ്ങി പോവാത്തത്? അവർ കൂട് കെട്ടിയ മരം ആരെങ്കിലും മുറിച്ചു മാറ്റിയോ ആവോ, അറിയില്ല. അല്ല, അതായിരിക്കും ശരി. പാവം മരം. അതൊരു വൻമരമായിരിക്കും. ഭാവിയിലേക്ക് ശിഖരങ്ങൾ ഉയർത്തി ഭൂതകാലത്തിലേക്ക് വേരുകൾ ആഴ്ത്തി നിൽക്കുന്ന വഴിയരികിലെ തണൽ മരത്തെ ഞാൻ അനുകമ്പയോടെ നോക്കി. തൊട്ടടുത്ത് നിൽക്കുന്ന മീനാക്ഷി തന്റെ താലത്തിലേക്ക് തിരികൊളുത്തി. ഞങ്ങൾ സന്തോഷത്തോടെ നടന്ന് നീങ്ങാൻ തുടങ്ങി. ഞാൻ നോക്കി നിൽക്കെ തിരിയാക്കോൽ താണ്ഡവ നൃത്തം കണക്കെ ആളി കത്താൻ തുടങ്ങി. 2 കൈയിലും നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുത്തുപോലെ കത്തുന്ന ദീപനാളത്തിന് പകരം ആളി കത്തുന്ന തീ. ഒറ്റ കൈയിൽ താലം അകലേക്ക് നീട്ടിപ്പിടിച്ചു. തിരിയാക്കോലുകൾ കത്തിത്തീരുകയും പുതിയവ കത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിൽ നിന്നും കരിമ്പുക ചുരുളുകൾ മുഖത്തേക്ക് വരുമ്പോൾ ശ്വാസം മുട്ടാൻ തുടങ്ങും. ഞാൻ പുറകിലേക്ക് നോക്കി. കുതിരയ്ക്ക് പട്ടച്ചൂട്ട് കത്തിച്ച പോലെ തീനാളങ്ങൾ ഉയർന്നു പൊങ്ങുന്നു. ഒപ്പം കാർമേഘം പോലുള്ള കരിമ്പുക ചുരുളുകൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. സഹികെട്ട ഞാൻ തിരിയാക്കോലിനോട് ആക്രോശിച്ചു. ഇനി നീ ഇങ്ങനെ മര്യാദയില്ലാതെ കത്താൻ തുടങ്ങിയ നിന്നെ ഞാൻ എറിഞ്ഞു കളയും. ഒടുവിൽ എനിക്കത് ചെയ്യേണ്ടി വന്നു. എനിക്ക് അരിത്തിരിയുണ്ട്. അവൾ നിന്നെ പോലെയാകില്ല. കാണാൻ പോണ പൂരം ചോദിച്ചറിയണ്ട. വീഴുന്നതിനിടയിൽ തിരിയാക്കോൽ പറഞ്ഞു. ഞാൻ വലിയ ആശ്വാസത്തോടെ അരിത്തിരി കത്തിച്ചു. സന്തോഷത്തോടെ നടന്നു നീങ്ങാൻ തുടങ്ങി. ഞാൻ നോക്കി നിൽക്കെ അവളിൽ രൗദ്രഭാവം വന്നു തുടങ്ങി. അവൾ ആളിക്കത്താൻ തുടങ്ങി. അവളെ തണുപ്പിക്കാൻ അവളുടെ നെറുകയിലൂടെ എണ്ണ വീണ്ടും വീണ്ടും ധാര തൂകി. പക്ഷെ അവളുടെ രൗദ്രഭാവം കൂടി വന്നതേയുള്ളൂ. താലത്തിലെ തേങ്ങയും ചിരട്ടയും കൂടി കത്തി അവളൊരു അഗ്നികോളമായി മാറാൻ തുടങ്ങി. ഇതിനിടയിൽ പലതവണ അത് വലിച്ചെറിഞ്ഞാലോ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഭാഗ്യം, അമ്പലത്തിലെ 3 പ്രദക്ഷിണം വേഗം അവസാനിച്ചു. അവളെ തല്ലിക്കെടുത്താൻ ഞാൻ പാടുപെടേണ്ടി വന്നു. സുന്ദരിയായ അവൾ ഏതാണ്ട് കരിക്കട്ടയായി മാറി. അവസാന ശ്വാസം വലിക്കും മുമ്പ്
അവൾ നേർത്ത ശബ്ദത്തിൽ മൊഴിഞ്ഞു. നിങ്ങൾ എന്റെ മേൽ ഒഴിച്ചത് മുഴുവൻ അശുദ്ധിയുടെ പാനപാത്രമായിരുന്നു. അരുതേ, അരുതേ, ഇനിയും ഇങ്ങനെ ചെയ്യരുതേ. അവൾ ഇരു കൈകളും കുപ്പി മിഴികൾ പൂട്ടി വിട പറഞ്ഞു. പാവം തിരിയാക്കോലി തന്റേതല്ലാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടു. തന്റെ ഉള്ളിൽ കുറ്റബോധം തോന്നിയോ? ഇല്ല, ഒരു നിർവികാരത മാത്രം. ഉരുക്കിയെടുത്ത മൃഗക്കൊഴുപ്പിനൊപ്പം ചേർത്ത പെട്രോളാണ് ഇത്തരം ജ്വലനത്തിന് കാരണമെന്ന നഗ്ന സത്യം അറിഞ്ഞിട്ടും. അല്ലെങ്കിലും ഇവിടെ മായം ചേർക്കാത്തത് എന്താണ് കിട്ടാനുള്ളത്? തന്റേതല്ലാത്ത കുറ്റത്തിന് രോഗികളായി തീരുന്നവർ, ജീവിതത്തിന്റെ നിഷ്ഫലതയും വിധിയുടെ ക്രൂരതയും ഓർത്ത് ദുഃഖിക്കുന്നവർ, കരിയില കണക്കെ കൊഴിഞ്ഞു വീഴുന്നവർ. അയലത്തെ ദാമുവിന്റെ മകളുടെ കല്യാണത്തലേന്ന് പുടവ കൊടുക്കുന്നതിന് മുന്നോടിയായി തെളിയിച്ച ദീപത്തിൽ നിന്നും ഇതേപോലെ തീ ആളിക്കത്തിയതും ദാമുവിന്റെ കൈ പൊള്ളിയതും മാസങ്ങളോളം പണിക്ക് പോവാൻ പറ്റാത്തതും മനസ്സിൽ മിന്നിമറഞ്ഞു. തൊടിയിലെ ഇടവഴിയിൽ ഒരു കൂട്ടം ചവിട്ടിലെ കിളികൾ അപ്പോൾ കഥകൾ മെനയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ മനുഷ്യരെ പറ്റിയായിരിക്കും. അക്ഷര കേരളത്തിലേക്ക് സൃഷ്ടികൾ അയക്കേണ്ട നമ്പർ 9447072669. ഇമെയിൽ അഡ്രസ് aksharakeralam.thrissur@gmail.com. അക്ഷര കേരളം അവതരണം അർപ്പണ കൃഷ്ണരാജ്. നിർവഹണം എം ബാലകൃഷ്ണൻ. അക്ഷര കേരളം സാധാരണക്കാരുടെ കാഴ്ച